അയ്യപ്പസ്വാമിയുടെ പാദസ്പർശമേറ്റ ചീരപ്പൻചിറ കളരിത്തറവാടിന് മുമ്പിലാണ് നാം ഇപ്പോൾ. അസ്ത്രവിദ്യയും മറ്റ് ആയോധന മുറകളും പഠിച്ച ശേഷം ഈ കളരിയിലാണ് പൂഴിയങ്കം പഠിക്കാനായി അയ്യപ്പനെത്തിയത്. ചീരപ്പൻചിറ തറവാട്ടിൽ അയ്യപ്പൻ്റെ വാളും അരക്കച്ചയും ഇപ്പോഴും നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. അയ്യപ്പൻ പൂഴിയങ്കത്തിന് ഉപയോഗിച്ചിരുന്ന വാളാണ്. ഈ വാളാണ് സാധാരണ നമ്മൾ വാളിന് ഒരു സൈഡാണ് മുറിച്ച്. ഈ വാളിൻ്റെ പ്രത്യേകിച്ച് ഇത് 3 സൈഡ് മൂർച്ചയാണ്. ചില എയറിൽ നിന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഏത് സൈഡ് കൊണ്ടാലും മുറിയണം. അതാണ് ഈ വാളിൻ്റെ പ്രത്യേകത. അയ്യപ്പൻ ഈ അറവാതുക്കലാണ് അയ്യപ്പൻ്റെ വാളും അരക്കച്ചയും കയ്യുറയും വെച്ചിരുന്നത്. എന്നിട്ടാണ് അയ്യപ്പൻ ഗുരുവിനുള്ള ഇത് ആദരസൂചകമായിട്ട് അരക്കച്ചയും ആയുധ സഹായം വേണമെന്നുള്ള വാളും കയ്യുറ വെച്ചതെന്ന് വെച്ചാൽ ആൾക്കാർ വേണം എന്നുള്ളതിൽ വെച്ചിട്ടാണ് പോയത്. ഈ അറവാതുക്കലാണ്. മകരവിളക്കിന് ഒരു ദിവസം എൻ്റെ കാൽഭാഗം ചെയ്തിട്ട് ഇവിടെ ആയിരിക്കണം. മകരവിളക്ക് ദിവസം വിളക്ക് കത്തിക്കരുതെന്ന്. ആ ഒരു ദിവസം നമ്മളിവിടെയും അമ്പലത്തിലും വിളക്ക് കത്തിക്കത്തില്ല. ബാക്കി 365 ദിവസം ഇങ്ങനെ ഉള്ള മകരവിളക്ക് ഒരു ദിവസം വെച്ച് എല്ലാ ദിവസവും കിടകളൊക്കെ ഇട്ട് ഇവിടെ ഉണ്ടാകും. അന്നത്തെ കരപ്പുറം രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം വടക്ക് നിന്നും ആലപ്പുഴ മുഹമ്മയിലുള്ള ഈ പ്രദേശത്ത് വന്ന് കളരി സ്ഥാപിച്ചതാണ് ചീരപ്പൻചിറ കളരിയിലെ ആദ്യ തലമുറ. ഞങ്ങൾ വടക്കുന്ന് വന്നെന്നാ വെച്ചാൽ കരപ്പുറം രാജാവ് രാജ്യത്തിൻ്റെ സൈന്യത്തിനെ ശക്തിപ്പെടുത്താനും ആൾക്കാരെ ഉണ്ടാക്കാനും വേണ്ടി വടക്കുന്ന് വെച്ചാൽ ഞങ്ങൾ കാസർഗോഡ് നിന്ന് ഈ ചന്ദ്രഗിരി പുഴയോരത്തു നിന്ന് 3 ചേട്ടനന്മാരെ കൊണ്ടുവന്നത്. ചീരൻ, അപ്പൻ, ഡപ്പൻ ഇങ്ങനെ 3 ചേട്ടനന്മാരെ കൊണ്ടുവന്നത്. അവരാണ് ഇവിടെ വന്ന് കളരി സ്ഥാപിച്ച് 101 കളരി സ്ഥാപിച്ചെന്ന് പറയണം. 101 കളരി സ്ഥാപിച്ച് പഠിപ്പിച്ച് രാജ്യത്തിന് വേണ്ടി സൈനികരെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ നമുക്ക് ഈ 4 സൈഡിലെ സ്ഥലമുണ്ട്. ഇപ്പോൾ അയ്യപ്പഞ്ചേരി, അതുപോലെ അർത്തുങ്കൽ, മണ്ണഞ്ചേരി, അങ്ങനെ ഈ നമ്മുടെ ഈ കരപ്പൻ ദേശത്തിൻ്റെ 4 സൈഡിലും നമുക്ക് കളരി ഉണ്ടായിരുന്നു. അതിൽ നമ്മളൊരു പ്രമുഖനായ അഭ്യാസിയായിരുന്നു വെളുത്ത. വടക്കൻ കളരി മുറകളാണ് ചീരപ്പൻചിറ കളരിയിൽ അഭ്യസിപ്പിക്കുന്നത്. അക്കാലത്ത് പൂഴിയങ്കത്തിൽ അഗ്രഗണ്യനായിരുന്നു ചീരപ്പൻചിറയിലെ കളരി ഗുരുക്കൾ. ഇതറിഞ്ഞാണ് അയ്യപ്പൻ ഇവിടെ എത്തുന്നതും ഗുരുവിൽ നിന്നും അഭ്യാസമുറകൾ സ്വായത്തമാക്കുന്നതും. ചീരപ്പൻചിറയുടെ പൂഴിയങ്കം എന്ന് വെച്ചാൽ ഈ വീരാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞ് എയറിലേക്ക് 7 അടിക്ക് മേളിൽ എയറിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നൊരു മുറയാണ്. അത് പഠിക്കാൻ വേണ്ടിയാണ് അയ്യപ്പൻ ചീരപ്പൻചിറയിലെത്തിയത്. ചീരപ്പൻചിറയുടെ പൂഴിയങ്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നൊരു വ്യക്തിയെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ അത് എല്ലാ കളരിക്കും ഉണ്ട് അവരുടേതായിട്ടൊരു അടവ്. ആ അടവ് പാരമ്പര്യമായിട്ട് കൈമാറിപ്പോരും എന്നല്ലാതെ പുറത്ത് മൂന്നാമതൊരാൾക്കത് ഒരു പുറത്തുനിന്നുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തില്ല. ഈ അയ്യപ്പനെ പല പ്രാവശ്യം അതിനെ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അത് കഴിഞ്ഞ് മാളികപ്പുറത്തമ്മയാണ് അയ്യപ്പൻ ഇതിൻ്റെ ആദ്യത്തെ ഒരു രൂപം പറഞ്ഞു കൊടുക്കുന്നത്. ആ പറഞ്ഞു കൊടുത്ത് ഇതിൽ ചെയ്യുന്ന അനുസരിച്ച് നോക്കിയപ്പം ഭയങ്കര വിദഗ്ധമായ രീതിയിൽ അയ്യപ്പൻ ചെയ്യുന്നു. പിന്നെ ഗുരുവിന് തന്നെ മനസ്സിലായി അയ്യപ്പൻ ആരാണെന്ന് എന്താണെന്നും. അങ്ങനെ ഗുരു തന്നെ അയ്യപ്പന് ആ വിദ്യ ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ വിദ്യ എല്ലാം പഠിച്ച് അയ്യപ്പൻ ഇവിടുന്ന് തിരിച്ച് പന്തളത്തേക്ക് പോവുകയും പന്തളത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഉദയനൻ പന്തളം ആക്രമിച്ചെന്നും പിന്നെ ഉദയനെ ആക്രമിക്കാൻ വേണ്ടി സൈന്യം ശക്തമാക്കാൻ വേണ്ടി അയ്യപ്പൻ തിരിച്ചു വരികയാണ് ചെയ്തത്. അയ്യപ്പൻ തിരിച്ചു വന്നപ്പം നമ്മൾ ഈ വടക്ക് കാസർഗോഡ് നിന്ന് വന്നാണ്ട് വർഷത്തിലൊരിക്കൽ കുടുംബക്ഷേത്രത്തിൽ പോയായിരുന്നു വീട്ടുകാരെല്ലാവരും. അങ്ങനെ അയ്യപ്പൻ വന്ന സമയത്ത് ഇവിടെ എല്ലാവരും കുടുംബക്ഷേത്രത്തിൽ പോയിരിക്കുന്നത്. അതിൽ അയ്യപ്പൻ വന്നെന്നുള്ളതിൻ്റെ ഒരു തെളിവിന് വേണ്ടി അയ്യപ്പൻ്റെ അരക്കച്ച അഴിച്ച് വാതിൽപ്പടി വെച്ച് വെച്ചാൽ ഗുരുവിന് വന്ദിക്കുന്നു. അയ്യപ്പൻ്റെ പൂഴിയങ്കത്തിന് ഉപയോഗിക്കുന്ന വാള് തന്നെ വാതൊക്കെ വെച്ച് വെച്ചാൽ എനിക്ക് ആൾ സഹായം, ഈ ആയുധ സഹായം വേണം. അത് ഓരോ സിമ്പലാണ് ഓരോന്നിനും. അങ്ങനെ ആയുധ സഹായം വാങ്ങിച്ചിട്ട് വാള് വെച്ച്. പിന്നെ കയ്യുറ വെച്ചപ്പം എനിക്ക് ആൾ സഹായം വേണം. അങ്ങനെ അത് 3 വെച്ചിട്ട് അയ്യപ്പൻ തിരിച്ചു പോയെന്നാണ് പറയുന്നത്. ആ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ഗുരു വന്നപ്പോൾ ഇത് കണ്ടപ്പം ഗുരുവിന് മനസ്സിലായി അയ്യപ്പൻ വന്നിരുന്നു, അയ്യപ്പൻ്റെ ഈ സാധനങ്ങളല്ല, അയ്യപ്പൻ വന്നതിൻ്റെ കാര്യം ഇന്നതാണെന്ന് മനസ്സിലായതുകൊണ്ട് ഗുരുവിൻ്റെ 101 കളരികളിലെ സൈനികരെയും കൂട്ടി അതിൻ്റെ കൂട്ടത്തിൽ അഭ്യാസിയായ മകൾ മാളികപ്പുറത്ത് ലളിതാംബികനെയും കൂട്ടി നേരെ പിന്നെ എരുമയിൽ വെച്ച് ഉദയനാട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുന്നതാണ്. തറവാട്ടിലെ കാരണവരെ പണിക്കർ എന്നാണ് വിളിക്കുന്നത്. കളരിയിലെ 10ാമത്തെ തലമുറയിൽപ്പെട്ടവരാണ് ഇപ്പോഴുള്ളത്. ഇവിടെ കളരിക്ക് പുറമെ ഒരയ്യപ്പ ക്ഷേത്രവും
മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രവും നമുക്ക് കാണാം. മുക്കാൽവട്ടം ക്ഷേത്രം എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. മുക്കാൽവട്ടം എന്ന പേര് വന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അത് ഇങ്ങനെയാണ്. അയ്യപ്പൻ്റെ 75% ചൈതന്യം മകരവിളക്ക് ഒരു ദിവസം ഒഴിച്ച് ചീരപ്പഞ്ചിറയിലായിരിക്കും എന്നാണ് ഐതിഹ്യം. ഈ അമ്പലത്തിൻ്റെ പേര് തന്നെ മുക്കാൽവട്ട അയ്യപ്പ ക്ഷേത്രം എന്ന് വെച്ചാൽ എൻ്റെ മുക്കാൽ ഭാഗം ചൈതന്യം മകരവിളക്ക് ഒരു ദിവസം ഒഴിച്ച് ചീരപ്പഞ്ചിറയിലായിരിക്കും എന്ന്. അതാണ് ഈ മുക്കാൽവട്ട അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത്. വെച്ചാൽ ശബരിമലയിൽ തീപിടുത്തമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വിഗ്രഹമുണ്ട്, ഒറ്റക്കാലെ പട്ടബന്ധമുള്ളൊരു വിഗ്രഹം. അതേ സെയിം വിഗ്രഹമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഈ വിഗ്രഹം, ഈ അമ്പലം വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശബരിമലയിലെ അയ്യപ്പൻ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞിട്ട് ശാസ്താ വിഗ്രഹത്തിലേക്ക് വിലയം പ്രാപിച്ചു കഴിഞ്ഞിട്ട് ഈ ശബരിമലയ്ക്ക് ഗുരുനാഥൻ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ ഒരു വർഷം പോയപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, അങ്ങയെ കാണാൻ എനിക്കിനി വരാൻ പറ്റത്തില്ലല്ലോ, പ്രായാധികമായ അസുഖങ്ങൾ മൂലം ഉള്ളതുകൊണ്ടാണ് ഗുരു അങ്ങനെ പ്രാർത്ഥിച്ചത്. തിരിച്ച് ഗുരു വന്നു കഴിഞ്ഞപ്പോൾ ഗുരുവിന് സ്വപ്നദർശനം ഉണ്ടായെന്ന് പറഞ്ഞാൽ, അങ്ങ് എന്നെ കാണാൻ വരണ്ട, ഞാൻ അങ്ങയെ വന്ന് കണ്ടോളാം. പിന്നെ അന്നേരം ഇവിടെ ഈ കായലിൽ കൂടെ ഒരു തടി ഒഴുകി വരുമെന്നും ആ തടി പിടിച്ച് കയറ്റി ഇവിടെ ക്ഷേത്രം പണിയാമെന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗുരു പോയത്. തിരിച്ച് ഗുരു സ്വപ്നദർശനം കണ്ട് രാവിലെ എഴുന്നേറ്റ് ഒരാൾ ഓടിയെന്ന് പറഞ്ഞ് ഗുരു ഇങ്ങനെ ഒരു തടി ഒഴുകി വന്നിരിക്കുകയെന്ന് പറഞ്ഞു. ഗുരു ചെന്ന് നോക്കിയപ്പോൾ ഗുരു സ്വപ്നത്തിൽ കണ്ടത് എല്ലാം അതുപോലെ ഉണ്ട്. ഗുരു തിരിച്ച് ഈ സ്ഥലത്ത് വന്നപ്പം ഇവിടെ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ അയ്യപ്പൻ കളം വരച്ചിട്ടെന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ സ്കെച്ച് ഇങ്ങനെ വരച്ചിട്ടെന്ന് പറയണം. ആ വിഗ്രഹം അവിടെ ഉണ്ടായിരുന്ന പറഞ്ഞാൽ ആ തടി പിടിച്ച് കയറ്റിയാണ് ഈ അമ്പലം പണിത്. അയ്യപ്പനുമായി ചീരപ്പഞ്ചിറ കളരിക്കും മുക്കാൽവട്ടം ക്ഷേത്രത്തിനുമുള്ള ബന്ധം കേട്ടറിഞ്ഞ് ധാരാളം ആളുകളാണ് ഇവിടെ എത്തുന്നത്. ശബരിമലയിൽ ദർശനം നടത്തുന്നതിന് തുല്യമായ അനുഗ്രഹം മുക്കാൽവട്ടം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ലഭിക്കും എന്നാണ് വിശ്വാസം. പ്രായമായവരും ശബരിമലയിൽ ദർശനം നടത്താൻ സാധിക്കാത്ത സ്ത്രീകളും ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അയ്യപ്പനും മാളികപ്പുറത്തമ്മയ്ക്കും പുറമേ അന്നപൂർണേശ്വരിയും രക്ഷസും കളരിമൂർത്തികളും 18 മലദൈവങ്ങളും ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട്. കളരിയുടെ പൂജാരീതികളാണ് നമ്മൾ ഇവിടെ നിന്ന് പിന്തുടർന്ന് പോകുന്നത്. ഇപ്പോഴത്തെ പൂജാരീതിയിൽ താന്ത്രികപരമായിട്ടുള്ള പൂജാരീതിയല്ല, കളരിയുടെ പൂജാരീതികളാണ് നമ്മളുടെ ഇവിടെ. പിന്നെ അയ്യപ്പനെ നമുക്കിവിടെ എള്ളു നിവേദ്യം, നീരാഞ്ജനമാണ് പ്രധാനം. എള്ളു നിവേദ്യമുണ്ട്. പിന്നെ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും പഴയ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പഴയ രീതികളാണ്. കവളാചാരത്തിൻ്റെ അതിനുള്ള പഴയ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് നമ്മൾ പിന്തുടർന്ന് പോകുന്നത്. പിന്നെ അമ്പലത്തിൻ്റെ ശാന്തി തന്ത്രി എന്ന് പറയുന്നത് അനിയനാണ്, കേശവലാൽ. പുള്ളിയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും നമ്മൾ അധികം കണ്ടും കേട്ടും പരിചയമില്ലാത്ത ഒരു ക്ഷേത്ര സമ്പ്രദായമാണ് നാം ഈ കാണുന്നത്. മച്ചിൽ ഭഗവതി എന്നൊരു ആരാധനാ സമ്പ്രദായമാണിത്. നമുക്ക് മാളികപ്പുറത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട്. നമ്മുടെ മാളികപ്പുറത്ത് നമ്മൾ വടക്കുന്ന് വന്നതുകൊണ്ട് ഈ മച്ചിൽ ഭഗവതി എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. പക്ഷേ ഈ വടക്കോട്ടൊക്കെ മച്ചിൽ ഭഗവതി ഇല്ല, മച്ചിൽ ഭഗവതി വെച്ച് പൂജിക്കുന്ന ഒരു ആരാധന രീതിയുണ്ട്. അതിൻ്റെ ഒരു സങ്കല്പമായിട്ടാണ് നമ്മളിവിടെ മാളികപ്പുറം വെച്ച് പൂജിക്കുന്നത്. കേരളത്തിലെ മറ്റു കളരികളിൽ നിന്നും വ്യത്യസ്തമായി പൂഴി അംഗമാണ് ചീരപ്പഞ്ചിറ കളരിയെ ഇത്രയേറെ പ്രസിദ്ധമാക്കിയത്. കളരിയിൽ പ്രവേശനം ലഭിക്കുന്നതിന് ഇവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കളരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പൂഴിയംഗമാണ്. നമ്മളുടെ പൂഴിയംഗം എന്ന് പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ പൂഴിയംഗം ഈ പൊടിപടലങ്ങളുടെ മറയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന രീതിയെന്ന്. ചീരപ്പഞ്ചിറയുടെ പൂഴിയംഗം എന്ന് പറയുന്നത് അതല്ല. ചീരപ്പഞ്ചിറയുടെ പൂഴിയംഗം എന്ന് വെച്ചാൽ വീരാസനം നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠ തന്നെ അതാണ്. വീരാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എയറിലേക്ക് ഹനുമാൻ ജപിച്ച് കഴിഞ്ഞാൽ എയറിലേക്ക് പൊങ്ങിപ്പോകുമെന്ന് പറയണം. എയറിലേക്ക് പൊങ്ങിപ്പോയി 7 അടിക്ക് മേളിൽ നിന്നിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം. അത് നമ്മൾ സാധാരണ വാളല്ല, അതിനുള്ള വാളാണ് നമ്മളുടെ അറയിലിരിക്കുന്ന വാള്. വെച്ചാൽ 3 സൈഡ് മൂർച്ചയുണ്ട്. വെച്ചാൽ എയറിൽ വെച്ചാൽ നമ്മുടെ കടയോഗം, അങ്ങനെ കളിയുടെ ഓരോ യോഗ മുറകളും കടയോഗം പഠിച്ചേർക്കുന്ന എയറിൽ അത് ഓരോരുത്തർ സാധനം പോലെ എത്ര മണിക്കൂർ വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും നിൽക്കാൻ പറ്റും. അങ്ങനെ നിന്ന് എയർ വെച്ചാൽ എല്ലാവരും താഴത്തുനിന്ന് യുദ്ധം ചെയ്യുമ്പം മേളിൽ നിന്ന് യുദ്ധം ചെയ്യാനുള്ളൊരു മുറയാണത്. അതിനുപയോഗിക്കുന്ന വാള് ഈ 3 സൈഡ് മൂർച്ചയുള്ള വാളാണ്. എയറിൽ നിന്ന് ഏത് സൈഡിലേക്ക് വീശിയാലും നമുക്ക് മുറിയണം. പഠിപ്പിക്കുന്നത് നമ്മൾ വടക്കൻ സമ്പ്രദായമാണ്. പിന്നെ നമ്മളുടെ
ഈ അനുഷ്ഠാന മുറകളിൽ ഇപ്പം പഠിപ്പിക്കുന്നതിലും നമ്മളിവിടെ പഠിപ്പിക്കുന്ന ഇപ്പം നമ്മൾ അയ്യപ്പൻ അമ്പലത്തിൽ ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ ഒരാൾ ഇപ്പോഴത്തെ ഇതിൽ ഒരാൾ ചേരാൻ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ നാളും പേരും പറഞ്ഞ് ഒരു രസീത് എഴുതി അർച്ചനയ്ക്ക് വയ്ക്കും. പിന്നെ വരുന്ന ആൾ നെയ്യും തെങ്ങായും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നീരാഞ്ജനം കത്തിക്കണം. നീരാഞ്ജനം കത്തിച്ച് കഴിഞ്ഞാൽ രാവിലെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ പിന്നെ ദീപാരാധന കഴിഞ്ഞ് എടുത്ത് നോക്കും. നീരാഞ്ജനത്തിൻ്റെ ഇതും അയ്യപ്പൻ്റെ പൂജ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ ഒരു അരുൾപ്പാടുണ്ട്. അതനുസരിച്ച് നമ്മൾ കളരിയിലേക്ക് ആളെ പ്രവേശിക്കത്തുള്ളൂ. എല്ലാ വർഷവും വൃശ്ചിക മാസം മുതൽ മകരമാസം വരെ കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം ശബരിഗിരീശന്റെ ചരണമന്ത്രങ്ങളാൽ മുഖരിതമാകും. ഇവിടെ മുക്കാൽവട്ടം ക്ഷേത്രത്തിൽ അയ്യപ്പൻ്റെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ അയ്യനെ പ്രാർത്ഥിക്കുന്നത് ഏതൊരു ഭക്തൻ്റെയും ആഗ്രഹ സാഫല്യമാണ്, ജന്മപുണ്യമാണ്.